BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അതിശക്തമായ വിഭാഗീയതയിലേക്കും പോരാട്ടത്തിലേക്കുമാണ് CPM സംസ്ഥാന നേതൃത്വം നീങ്ങുന്നത്. VS അച്യുതാനന്ദനെ വെട്ടിനിരത്തി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കി പാർട്ടിയിൽ അപ്രമാദിത്വം കൈവരിച്ച് അധികാര കേന്ദ്രമായി മാറിയ പിണറായി വിജയന്റെ കാലിടറുന്നു എന്ന് തന്നെയാണ് സൂചന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിനും മന്ത്രിസഭയ്ക്കും സംഘടനാപരമായും നയപരമായും വീഴ്ചകൾ സംഭവിച്ചുവെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പരസ്യമായി തുറന്നു പറയുകയും സമൂഹത്തിൽ തുറന്ന ചർച്ചയ്ക്ക് അവസരമൊരുക്കുകയും ചെയ്തത് CPMന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പൊതുവേദികളിൽ തന്നെ CPM നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. തോൽവിക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളിൽ താഴെത്തട്ട് മുതൽ പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും പരിഹാരം കാണുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ലെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ ആരോപണം ഉയർത്തുന്നത്. കഴിഞ്ഞ 10 വർഷം സർക്കാരിനെയും പാർട്ടിയെയും നയിച്ച പിണറായി വിജയനെയും MV ഗോവിന്ദനെയും സംരക്ഷണ വലയത്തിൽ നിർത്താനുള്ള കവചമാണ് ചർച്ചകളിൽ ഉയർന്നത് എന്ന ആരോപണവും ഉണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്ന MV ഗോവിന്ദനും പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയ പിണറായി വിജയനും സംഘടനയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന ആക്ഷേപവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പിന്തുണയ്ക്കുന്ന ഒരു പുതിയ വിഭാഗം കൂടി പാർട്ടിയിൽ രൂപം കൊള്ളുന്നു എന്നതാണ് പുതിയ സംഭവ വികാസം. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ ഇന്ന് വരെ പരാജയമറിയാത്ത തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഏറ്റ കടുത്ത തിരിച്ചടിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തുറന്നു സമ്മതിച്ചിരുന്നു. MV ഗോവിന്ദന്റെ ഭാര്യയും ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിരിക്കെ പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിനിടയാക്കിയെന്ന ആരോപണവും ഉയർന്ന PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ഗുരുതരമായ പിഴവാണെന്ന ആരോപണം രഹസ്യമായും പരസ്യമായും പലരും പറഞ്ഞിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് ആദ്യമായി തുറന്നു പറഞ്ഞ MV ജയരാജന്റെ അഭിപ്രായത്തിനെതിരെ MV ഗോവിന്ദൻ പരസ്യമായി രംഗത്തു വന്നു. പാർട്ടി വിട്ടവരെ തെറ്റുതിരുത്തിയാൽ തിരിച്ചു കൊണ്ടുവരുന്നതിൽ തടസ്സമില്ലെന്ന ജയരാജന്റെ അഭിപ്രായം പൂർണ്ണമായും ഗോവിന്ദൻ തള്ളുകയും ചെയ്തു. ഇതിനിടെ ഇന്ന് വരെ പിണറായി വിജയനെതിരെ ഒരു പരാമർശവും നടത്താത്ത കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വിഴിഞ്ഞം പ്രശ്നത്തിൽ പിണറായിയുടെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്തു വന്നു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അഴിമതി നടന്നുവെന്ന പിണറായിയുടെ ആരോപണത്തെ EP ജയരാജൻ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്ന് EP ജയരാജൻ വിട്ടുനിൽക്കുകയും ചെയ്തു. ആയുർവേദ ചികിത്സയുടെ പേരിലാണ് ജയരാജൻ യോഗത്തിന് പോകാതെ വിട്ടുനിന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു. പരാജയത്തിനിടയാക്കിയ വസ്തുതകൾ ഭയപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാവില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു. പാർലമെന്ററി വ്യാമോഹം നേതാക്കളിൽ കടന്നുകൂടി എന്നതിന് തെളിവ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചുവെന്നും ശക്തമായ തിരുത്തൽ നടപടി അനിവാര്യമാണെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ചില നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായി എന്ന അഭിപ്രായവും ചിലർ പ്രകടിപ്പിച്ചു. അതേസമയം നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് യോഗം വിലയിരുത്തി. പയ്യന്നൂരിൽ വോട്ടുമറിച്ചവരെ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്താൻ CPM ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. പ്രാദേശിക നേതാക്കളുടെ ടെലിഫോൺ പട്ടിക പരിശോധിക്കുകയും ഇലക്ട്രോണിക് തെളിവുകൾ വിലയിരുത്തുകയും ചെയ്യാനുള്ള നടപടിയാണ് നടക്കുന്നത് എന്നാണ് സൂചന. ഇതിനിടെ നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPIയുമായുള്ള തർക്കം വിട്ടുവീഴ്ചയിലൂടെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ ഒരു മുറി കൂടി കിട്ടുന്ന പ്രശ്നമായതുകൊണ്ട് വിട്ടുവീഴ്ച വേണ്ട എന്ന CPI നിലപാടും ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം തന്നെ രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് CPM നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പാർട്ടി കണ്ടെത്തിയ കാരണങ്ങളെക്കുറിച്ചുള്ള പരസ്യമായ ചർച്ച കേന്ദ്ര നേതൃത്വം നേരിട്ട് വിലക്കിയിട്ടുണ്ട്. കൂടുതൽ വിവാദങ്ങൾക്കും ഭിന്നതകൾക്കും കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച പരസ്യ ചർച്ച വിലക്കിയത്.
പാർട്ടി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും പി രാജീവനും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചയായിരുന്നു. MV ഗോവിന്ദനെതിരെ MAVV നടത്തിയ പരാമർശം അവലോകന റിപ്പോർട്ടിൽ ഇല്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുത്താൻ പിണറായി വിജയനും MV ഗോവിന്ദനും മുതിർന്നതും വിവാദമായിരുന്നു. തോൽവിക്ക് പിന്നാലെ അനൈക്യം ഉടലെടുക്കുന്നുവെന്ന പ്രതീതി ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിന് വിപരീതമായ സ്ഥിതിഗതികളാണ് ഈ ചർച്ചകളെല്ലാം സൃഷ്ടിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ ചർച്ചകൾ നിർത്തിവെക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും നിർദ്ദേശം ഉയർന്നത്. ഏതായാലും ചർച്ചകൾ ഒടുങ്ങാതിരിക്കുകയും നേതാക്കൾക്കെതിരെ പരസ്യമായി വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ CPM-ൽ വീണ്ടും അടിയുടെ പൊടിപൂരം തന്നെ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.